പിന്നെ ഈ സെപ്റ്റിസം എന്ന് പറയും, ഇത് സംശയ എല്ലാം കാണുന്നത്. അപ്പോൾ ഞാൻ ഓഡിറ്ററാണ്. അപ്പോൾ ഞാൻ ഗൾഫിൽ പോയപ്പോഴത്തേക്ക് ഇതുപോലെ ഒരു സ്ഥലത്ത് ചെന്ന് ഇതാണ് ഒരു സിംഗാനി കമ്മ്യൂണിറ്റി. അപ്പോൾ എനിക്ക് അതിനു മുമ്പേ ഒരു സിംഗാനി കമ്മ്യൂണിറ്റി എന്ന് ഞാൻ ജാതി പറയുന്നതല്ല, അവർ ഭയങ്കര ബിസിനസ്സുകാരാണ്, ഭയങ്കര സിന്ധികൾ ഭയങ്കര ബിസിനസ്സുകാരാണ്. ബിസിനസ് അല്ല വേറെ ഒന്നും ചിന്തിക്കില്ല, അതിലൊരു മനുഷ്യത്വം ഇല്ല. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് 2-3 പ്രാവശ്യമുണ്ട്. അപ്പോൾ വേറെ സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്ക് വളരെ പാവപ്പെട്ട ഒരു സിന്ധിയാണ്, അവിടുത്തെ ഫിനാൻസ് മാനേജറാണ്. അപ്പോൾ ഞാൻ ഓഡിറ്റ് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് എൻ്റെ കൂടെ വന്ന ആളുടെ ഞാൻ പറഞ്ഞു, ഇത് കുഴപ്പക്കാരനാണ്, മറ്റേ സിന്ധിയാണല്ലോ, ഇനി വല്ലതും പറ്റിക്കുമോ? പിന്നെ ഞാൻ വിചാരിച്ചു സാറ് പറഞ്ഞതുപോലെ സാറെന്ന് വിളിക്കുന്നത് വെച്ചാൽ സാറിൻ്റെ പഴയ മീനിങ് ഇല്ല, അതുകൊണ്ടാണ് സാറെന്ന് വിളിക്കുന്നത്, ജസ്റ്റ് ഒരു പേര് വിളിക്കണമെന്നേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ സാറ് ചിന്തിക്കുന്ന പോലെ ചിന്തിച്ച് നമ്മളെല്ലാവരും സംശയിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എന്നിട്ട് ഞാൻ പറഞ്ഞു ഒന്ന് ജസ്റ്റ് സൂക്ഷിച്ചോളൂ. തിരിച്ച് വന്നപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ കൂടെ വന്ന ആൾ, എൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആൾ വിളിച്ചു പറഞ്ഞു, സാറിൻ്റെ സംശയം ശരിയാണ്, ഇങ്ങനെയൊരു എത്രയോ ഞാൻ ഗോൾഡ് കമ്പനിയെ പോയത്, ഗോൾഡ് തട്ടിച്ച് വിറ്റ് അതിനൊരു ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഒരു സെപ്റ്റിസിസം ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ പിന്നെ സാറിൻ്റെ ഇതിലോട്ട് വന്ന് സംശയിക്കേണ്ടെന്ന് വിചാരിച്ചു. ഇല്ല എങ്കിൽ അവിടെ ഒരു കള്ളത്തരം കണ്ടുപിടിക്കില്ലായിരുന്നു. അപ്പോൾ അത് കുറേയൊക്കെ ആവശ്യമില്ല. ഈ സോഷ്യൽ ഓർഡർ കീപ്പ് ചെയ്യുന്നതിന് പോലീസുകാരും കുറേ ആൾക്കാരെ ക്രിമിനൽസിനെ കണ്ടാൽ തിരിച്ചറിയുന്ന എത്തക്ക രീതിയിലുള്ളൊരു സംശയദൃഷ്ടി വേണ്ടതല്ലേ സോഷ്യൽ ഓർഡർ കീപ്പ് ചെയ്യുന്നതിന്? ഇത്രയേ ഉള്ളൂ എൻ്റെ. അല്ല, അത് മലയാളികളെല്ലാം മലയാള ഭാഷ സംസാരിക്കും എന്ന് പറയുന്നത് പോലുള്ള കാര്യങ്ങളാണ്. ഒരു പ്രദേശത്ത് ഈ പ്രദേശത്തുള്ളവർക്ക് കുറേ പേർക്കെങ്കിലും തെങ്ങേ കയറാൻ അറിയായിരിക്കും. കാരണം ഇവിടെ തെങ്ങുണ്ട്. തോട്ടിൻ്റെ കരയെ കഴിയുന്നവർ മീനെ പിടിക്കാൻ പഠിക്കും. അതവരുടെ സ്വഭാവമല്ല. നമ്മൾ ഏത് പ്രദേശത്ത് എവിടെ കഴിയുന്നോ അവിടെ ഉള്ള സ്കില്ലുകളുണ്ടാവും. ബിസിനസ്സും കച്ചവടവും ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ ലാഭമുണ്ടാക്കുന്ന യുക്തികളാണ് അതിനകത്തുള്ളത്. അത് എത്രയും കൂടുതൽ നിങ്ങൾക്കുണ്ടാക്കാനായിട്ട് കഴിയുമോ, വാങ്ങിയെടുത്തൊന്ന് വിൽക്കുമ്പോൾ എത്ര കൂടുതൽ വാങ്ങിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നോ അതാണ് നിങ്ങളുടെ വിജയം. ഇത് ചെയ്യാൻ അതിനെയാണ് ഞാൻ സിസ്റ്റം നേരത്തെ പറഞ്ഞത്. അപ്പോൾ ആ സിസ്റ്റത്തിനകത്ത് നമ്മൾ അത് ശരിയാണെന്ന് തോന്നുന്നത്, ആ ചെയ്യുന്നവരെല്ലാവരും ഒരുപോലെ പെരുമാറുന്ന പോലെ കണ്ടുപിടിക്കും. അപ്പോൾ കച്ചവടക്കാരായിരിക്കുന്നവർ, ബിസിനസ് ചെയ്യുന്നവരായിരിക്കുന്നവർ, നിങ്ങൾ ഈ സിന്ധികളെന്ന് പറയുന്നവർ ബിസിനസ്സുകാരാണ്. അതിൻ്റെ യുക്തിക്കകത്ത് വളരുകയാണെങ്കിൽ അങ്ങനെ തന്നെ വളരുള്ളൂ. ഭാഷ പഠിക്കുന്ന പോലെ തന്നെ പഠിക്കുന്നത്. പക്ഷെ അവിടുന്ന് ഒരാളെ എടുത്ത് കേരളത്തിൽ വളർത്താമെങ്കിൽ കാശിന് കൊള്ളാത്ത മലയാളിയായിട്ട് മാറും. കാരണം നമ്മുടെ സാധനം ചിലപ്പോൾ പഠിച്ചിട്ടില്ലെന്ന്. ലോകത്തുള്ള എവിടെയുള്ള കുഞ്ഞുങ്ങളെയും ഒരു 10 എണ്ണത്തിനെ എടുത്ത് വേറൊരു രാജ്യത്ത് കൊണ്ടുപോയി കുട്ടിക്കാലത്ത് ജനിച്ചതിന് ശേഷം കൊണ്ടുപോയി വളർത്തിയാൽ ആ നാട്ടിലുള്ളവരായിട്ട് മാറും. അല്ലാതെ നിങ്ങൾ ഇവിടുത്തെ അല്ല, അത് വേറെയാ. ആ പറയുന്ന കാര്യമൊക്കെ വേറെയാണ്. അതൊക്കെ വ്യക്തിഗതമായിട്ട് നമ്മളിങ്ങനെ പറയുന്ന സ്ഥലങ്ങളാണ്. എനിക്കറിയാം, ഞാനത് അറിയുന്ന ആളാണ്. ഞാൻ പോലീസ് ട്രെയിനിങ് നടത്തിയിട്ടുള്ള ഒരുത്തനും കൂടെ. അതുകൊണ്ട് ഞാനത് തിരിച്ചറിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളാണ്. അത് പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കുമ്പോൾ ഇതൊക്കെ പഠിപ്പിച്ചേ പറ്റൂ. പക്ഷേ പരിശീലിപ്പിച്ചുണ്ടാക്കുന്ന, നിർമ്മിക്കുന്ന മേഖലയാണ്. അതേസമയത്ത് ജനിതകമായി വരുന്ന ഏരിയ വേറെയുണ്ട്. അത് ഒരു 3 തലമുറ വരെ ഈ ജീവിതത്തിനകത്ത് നമ്മളിപ്പോൾ അതിന് നേരത്തെ ജനിതകം എന്ന് വിളിച്ചിരുന്നതിനെ അത് പോരാ, സാഹചര്യം കൂടെ ചേർത്ത് മനസ്സിലാക്കണമെന്ന് അറിഞ്ഞിട്ട് ഇപ്പോൾ എപ്പിജെനറ്റിക്സ് എന്ന് പറയും. ജനിതകവും ചുറ്റുപാടും കൂടെ ചേർന്ന ഒരു രീതിയിലാണ് നമ്മുടെ ആന്തരിക ലോകം രൂപപ്പെടുന്നതെന്ന് അറിയുന്നത് കൊണ്ട് നിങ്ങൾ ഏത് സാഹചര്യത്തിലാണ്, നിങ്ങൾക്ക് പാട്ട് പാടാൻ കഴിവുള്ള വീട്ടിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പാട്ട് കേട്ട് വളരുമ്പോൾ പാട്ട് പാടാൻ കഴിവുള്ള കുട്ടികൾ അതിനകത്തുണ്ടെങ്കിൽ അവർ വലിയ പാട്ടുകാരായിട്ട് മാറിക്കും. അതേസമയത്ത് ഒരു പാട്ടും കേട്ടിട്ടില്ലെങ്കിലും പാട്ട് പാടാൻ കഴിവുള്ളവർ ഒറ്റയ്ക്ക് പാടുന്നുണ്ടാവും. പക്ഷെ അവർ മറ്റവരുടെ അത്രയും വലിയ പാട്ടുകാരായി മാറത്തില്ല, കാരണം പരിശീലനം കിട്ടിയിട്ടില്ല.
ഇതുപോലുള്ള വ്യത്യാസങ്ങളും ഒക്കെ നമ്മളിത് അറിയണം. അപ്പം ജനിതകത്തിനെ പറ്റി അല്ല, സ്റ്റേജ് നമ്മൾ പറഞ്ഞില്ലേ, സർക്കിളായിട്ടുള്ള സ്റ്റേജുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ലോകത്ത്. ഫുട്ബോൾ കളിക്കുന്ന പോലെ ചെയ്താലും മതിയല്ലോ. അതൊക്കെ ഇങ്ങനെ നമ്മൾ ഈ പറയുന്ന രീതികൾ മാറ്റി ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, പഴയതുപോലെ ഇഷ്ടം പോലെ പേരെ ഒരാളിരുന്ന് പഠിപ്പിക്കുകയൊന്നും വേണ്ട ഇന്ന്. സാങ്കേതിക വിദ്യയുടെ വികാസം കൊണ്ട് തന്നെ കന്നാലി കൂട്ടം പോലെ അടിച്ചു കൂട്ടണ്ട. ഇപ്പോഴത്തെ ഈ ക്ലാസ്സും സ്കൂളും കോളേജും എല്ലാം അമ്പലം പോലെ തന്നെ കളയേണ്ടതാണ്. എൻ്റെ ഒരു സംശയമാണ്, നമ്മൾ ബൈനറി എന്ന് പറയുന്ന പോലെ നമ്മൾ അതേഴ്സ് എന്ന കോളം നമ്മൾ സമരം ചെയ്തെടുത്തതാണ്. അപ്പം ഈ അതേഴ്സിൽ LGBTQ എല്ലാവരും ഉൾപ്പെടുന്നതാണല്ലോ. ഞാൻ അവരെ അംഗീകരിക്കുന്ന ഒരാളാണ്. പക്ഷേ അത് ഇപ്പോഴത്തെ ഒരു യുവതലമുറയിൽ തന്നെ ഒരു സംശയമാണ്, നമ്മുടെ എല്ലാവരുടെയും ഒരു സംശയമായിട്ട് വരുന്നതാണ്. ഈ ട്രാൻസിഷൻ എന്ന് വരുന്നത് ഒരു ഇത് വരുന്നുണ്ടല്ലോ. അപ്പോൾ ചെറിയ കുട്ടികൾ, ഞാനിപ്പോൾ ഇത്രയും ദിവസം ഞാൻ ആണായിരുന്നു, എനിക്ക് പെണ്ണിൻ്റെ ഒരു മാനസികാവസ്ഥയാണ് എനിക്ക് തോന്നുന്നത് എന്ന് തോന്നി കുഞ്ഞിലെ തന്നെ അങ്ങനെ ട്രാൻസിഷൻ ആവുന്നുണ്ട്. ചിലവരത് തിരിച്ച് ട്രാൻസിഷൻ ഒരു പരിധി കഴിയുമ്പോൾ അവർക്കത് പറ്റുന്നില്ല, മാനസികമായ അത് ട്രോമയായിട്ട് മാറി തിരിഞ്ഞും വരുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാരൻ്റാണ്, എനിക്കൊരു മകനാണ്. അപ്പോൾ അവനിപ്പോൾ ഇങ്ങനെ പറയുവാണ്, ഒരു വയസ്സ് കഴിയുമ്പോൾ, ഇപ്പോൾ 18 വയസ്സാണ് ഒരു മെച്യൂർ ആവുന്നവരെന്നുള്ളതാണല്ലോ ഓട്ടോവാശോ കപ്പലിലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ട്രാൻസിഷൻ ട്രാൻസിഷൻ എന്നൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്? ശരിക്കും കുഞ്ഞുങ്ങളെ അങ്ങനെ അനുവദിക്കേണ്ടതാണോ ചെയ്യേണ്ടത്? അല്ല, അവർക്ക് ഇന്നൊരു സമയം അവർ റെക്കഗ്നൈസ്, അതിൻ്റെ അവരെ ഹോർമോൺ ലെവലെല്ലാം നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതിനെക്കുറിച്ച് എന്നൊരു സംശയമാണ്. നമ്മൾ വിചാരിക്കുന്നത് അതുപോലെ മറ്റൊരു ഇത് കൂടെ, ഇപ്പോൾ മൈത്രേയൻ്റെ പാർട്ട്ണർ എന്ന നിലയിൽ ഡോക്ടർ ജയശ്രീയെ നമ്മൾ അറിയുന്നുണ്ട്. പക്ഷേ മൈത്രേയൻ ഉള്ളതുകൊണ്ടൊരു പ്രിവിലേജ്ഡായ ജയശ്രീയെക്കുറിച്ച് എനിക്കറിയാൻ താല്പര്യമുണ്ട്. കാര്യം വെച്ചാൽ ജയശ്രീ എഴുതിയ എഴുകോണൊക്കെ വായിക്കുമ്പോൾ വളരെ, അതായത് സേവന രംഗത്തും ജീവിത രംഗത്തും വളരെ മാറ്റങ്ങൾ കൊണ്ടുവന്ന 2 വ്യക്തികളാണ് നിങ്ങൾ. എന്നുവെച്ചാൽ ജീവിതം കൊണ്ട് കാണിച്ചു തന്ന വ്യക്തികളാണ്. അപ്പോൾ ആ ഒരു ജയശ്രീ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. എന്ന് വെച്ചാൽ ആ ഒരു ഇൻഫ്ലുവൻസ് എങ്ങനെയാണ്? 2 കാര്യം ഒന്ന് പറഞ്ഞാൽ. നിങ്ങളത് ചോദിക്കുമ്പോൾ എനിക്ക് ഗൂസ് ബംസ് ഉണ്ടായിട്ട്, ജയശ്രീ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, എൻ്റെ എല്ലൊടിച്ചിട്ടുണ്ട്. ഞാൻ മര്യാദയ്ക്കൊക്കെ മനുഷ്യരോട് പെരുമാറുന്നതിന് വളരെയധികം എന്നെ എന്താ പറയണ്ടേ, പഠിപ്പിച്ച ഒരാളാണ് ജയശ്രീ. അതങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഒരിക്കലും ആലോചിക്കാൻ പറ്റത്തില്ല. ഇതുപോലുള്ള ഒരു മീറ്റിങ് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. എന്നാലും നിങ്ങളിങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ലെന്ന് മനസ്സിലായി. ഇതുപോലെ ഒരു മെൻ്റൽ ഹെൽത്തിൻ്റെ ഒരു മീറ്റിങ്ങാണ്. 300 പേര് കൂടിയ ഒരു മീറ്റിങ്ങാണ്. ആ മീറ്റിങ് കൂടുമ്പോൾ അത് തീർന്നു എന്ന് പറഞ്ഞ ഉടനെ ജയശ്രീ, അപ്പോൾ ആളുകളെല്ലാം എണ്ണിട്ട് പുറത്തോട്ട് പോയി തുടങ്ങി. അപ്പോൾ ജയശ്രീ മൈക്രോഫോൺ എടുത്തിട്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് പേരിരുന്ന് ഒരു 50, 100, 200 പേര് പിരിഞ്ഞ്. എന്നിട്ട് ജയശ്രീ ഇങ്ങനെ സംസാരിക്കുകയാണ് ഒരാളെ പറ്റി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ അച്ഛനെ പറ്റിയാണ് പറയുന്നത്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി, എൻ്റെ അച്ഛൻ്റെ കൂടെ ഞാൻ ഈ ജയശ്രീയെ കൊണ്ടുപോയി വിട്ടിട്ടേ ഇല്ല. എന്നിട്ട് ജയശ്രീയെ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് വിട്ടിട്ടേ ഇല്ല. അത് അപകടമാണെന്ന് നേരത്തെ അറിയാവുന്ന കാരണം കൊണ്ട് ഞാൻ പോകുമ്പോൾ മാത്രമേ കൂടെ കൊണ്ടുപോയിട്ടുള്ളൂ. അപ്പോൾ ക്രിസ്മസിനോ ഓണത്തിനോ ഇങ്ങനെയൊക്കെ 1-2 സ്ഥലങ്ങളിൽ മാത്രമേ ജയശ്രീയോടെ പോയിട്ടുള്ളൂ. പക്ഷേ ജയശ്രീ പറയുന്നത് കേൾക്കുമ്പോൾ ഈ അച്ഛനെ അങ്ങ് മനസ്സിലായാണ് പറയുന്നത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മനസ്സിലായി എന്നെ പറ്റിയാണ് പറയുന്നത്. അത് അവിടെ ഇരുന്നവർക്കെല്ലാം നേരത്തെ മനസ്സിലായി, എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ വിചാരിക്കുന്നത് അച്ഛൻ ദക്ഷിണ ധ്രുവമാണെങ്കിൽ ഞാൻ ഉത്തര ധ്രുവമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലൊടിഞ്ഞു പോയി ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പം എനിക്കാണെങ്കിൽ ഞാൻ ഈ ഉത്തര ധ്രുവമാണെന്ന് വിചാരിച്ചത് കാരണം കൊണ്ട് വീട്ടിൽ 2ാമത്തെ ഒരു ഭാഗം വയ്ക്കൽ ഉണ്ടായ സമയത്ത് എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് ഓർക്കണം. അങ്ങനെ കാശും കൂടെ പോയ ഒരുത്തനാണ് ഈ മറുവശത്ത് നിന്നത് വഴി. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ പോലും ഈ 2 ധ്രുവം ഈ എൻ്റെ
പെരുമാറ്റത്തിനകത്തോടാണ് ജയശ്രീക്ക് അച്ഛനെ മനസ്സിലായത്. അച്ഛനെയല്ലോ എന്നെയാണ് പറഞ്ഞത്, പക്ഷെ ഞാൻ ഈ അച്ഛനെ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നത്. അപ്പം അത്ര സൂക്ഷ്മമായ. അപ്പോൾ ഇത് കഴിഞ്ഞ് ജയശ്രീ വേറെ ഒന്നും പറഞ്ഞില്ല, അങ്ങ് വെച്ച് ഞങ്ങൾ എല്ലാവരും പിരിഞ്ഞ് ഞങ്ങൾ സ്കൂട്ടറെ കയറി തിരിച്ചു വന്ന്. ഞാൻ ഒരിക്കലും ജയശ്രീയോട് ചോദിച്ചിട്ടില്ല, അല്ല എന്തിനാണ് ഈ സ്റ്റേജ് പറഞ്ഞതെന്ന് ചോദിച്ചിട്ടില്ല. കാരണം എനിക്കറിയാം എന്തുകൊണ്ടാണെന്ന്. അതുകൊണ്ട് വീട്ടിനകത്തൊരു 10 പേരെങ്കിലും സാധാരണഗതി കാണും. അവരത്രയും പേരെ സംഘടിപ്പിച്ച് എന്നും യുദ്ധമാണ് എൻ്റെ പെരയ്ക്കകത്ത്. ചാപ്പാടിനുള്ള കാശൊക്കെ ഞാനാണ് കൊടുക്കുന്നത്, പക്ഷെ അവന്മാരെല്ലാം ജയിച്ചിട്ട് കൂടായിരിക്കും. കാരണം ഞാൻ ഈ ലൈറ്റ് അണച്ചിട്ടില്ല, ഇവിടെ എന്താ തൂത്തിട്ടില്ല എന്നൊക്കെ ചോദിക്കും. അത് കാരണം അവന്മാർക്കെല്ലാം എന്നോട് ദേഷ്യമാണ്. അവരെല്ലാവരും കൂടെ ജയിച്ചിട്ട് കൂടെ നിൽക്കും. അങ്ങനെയായിരുന്നു. എത്ര പണിയെടുത്തിട്ടാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന മര്യാദയ്ക്ക് പെരുമാറുന്നെന്ന് ഇതുവരെ കേരളത്തുകാർ സമ്മതിച്ചിട്ടില്ല. അത് എന്നാലും ഞാൻ ആരെ അടിക്കുകയോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. ചുരുങ്ങിയ പക്ഷം അതിനുള്ള ഇതെങ്കിലും തരണം ഞാൻ. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന സാമാന്യനെ മര്യാദയുള്ള ഒരുത്തനായിട്ട് കാണുന്നതിന് ജയശ്രീയാണ് കാരണം. അതല്ലെന്ന് അല്ല. പിന്നെന്തായിരുന്നു അതിന് മുമ്പ് ചോദിച്ചേ? ജെൻഡർ. ഇതൊരു നമ്മളത്ര എളുപ്പമല്ലാത്ത ഒരു സ്ഥലമാണ്. സ്ത്രീകൾ പുരുഷന്മാരെന്ന് പറയുന്നത് പോലെ തന്നെ കറുത്തവരും വെളുത്തവരും എന്ന് പറഞ്ഞു കഴിയുമ്പം നമ്മൾ എന്ത് നിറത്തിലാണെന്ന് പറയാനേ പറ്റത്തില്ല. വെള്ളക്കാരോട് വരുമ്പം നമ്മളെല്ലാം കറക്കും, നല്ല കറുപ്പുള്ളവരുടെ അടുത്ത് വരുമ്പം വെളുക്കുന്നവരാണ്. ഇങ്ങനൊരു റേഞ്ചിലാണ് ഈ ലോകമുള്ളത്. അപ്പം നമ്മളിത് കാറ്റഗറൈസ് ചെയ്യുന്നത് വഴിയാണ് ആണ് പെണ്ണ് എന്ന് വെക്കുന്നത്. അത് ഈ ഉത്തരധ്രുവം ദക്ഷിണ ധ്രുവം വെക്കുന്ന പോലെ. ഉത്തരധ്രുവത്തിൻ്റെ ഉത്തരം എന്തുവാണെന്ന് ചോദിച്ചാൽ എന്തു പറയും? അങ്ങനെയില്ല, നമ്മൾ വെക്കുന്നതാണ്. അപ്പോൾ ഈ കാറ്റഗറി ആണ് പെണ്ണ് എന്ന് പറയുന്നതിനകത്ത് വ്യത്യസ്തതകളുണ്ട് എന്ന് അംഗീകരിക്കുക അല്ലാതെ കൃത്യമായിട്ട് ഇവർ ഇന്നതാണ് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല എന്ന് മാത്രമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്തൊരു ക്രൈറ്റീരിയ വെക്കാൻ വെക്കുന്നത് കുട്ടിയെ ഉണ്ടാക്കാൻ കഴിവുള്ളവരും കഴിവില്ലാത്തവരും എന്ന് പറയുന്ന സാധനമൊക്കെ പറ്റുള്ളൂ. അത്രേ കഴിയൂ. അതിനിപ്പുറത്തുള്ളവരെല്ലാം നമുക്ക് മനുഷ്യർ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. അതിനകത്ത് ചില കഴിവുള്ളവർ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു കുട്ടി ഉണ്ടാക്കാൻ കഴിവുള്ളവരും. ഇപ്പോൾ ഗർഭപാത്രമുണ്ട്, പക്ഷെ അപ്പോഴും കുട്ടി ഉണ്ടാകത്തില്ല. അപ്പോൾ ആണും കുട്ടി ഉണ്ടാക്കുന്നതാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കന്യാസ്ത്രീകളൊക്കെ എന്ത് ജീവിയാണ്? കൊച്ചിനെ ഉണ്ടാക്കിയിട്ടേ ഇല്ല. പള്ളിയിലച്ഛന്മാർ മുഴുവനും മനുഷ്യരെ വേറെ ജീവിയായിപ്പോത്തില്ലേ? ജീവനുള്ളതാണെന്ന് തെളിവും കൂടി ഇല്ലാതായി പോവില്ലേ? അടുത്ത തലമുറ ഉണ്ടാക്കണ്ടേ? അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് അത്ര എളുപ്പമല്ല. പക്ഷേ നമ്മൾ പറയേണ്ട ഒരു കാര്യം, പലതരത്തിലുള്ള മനുഷ്യരാണ് നമ്മൾ, പല നിറത്തിലുള്ളവരാണ്, പല കഴിവുകളുള്ളവരാണ്. അവർ ഒരു കൂട്ടർ കറുപ്പും വെളുപ്പും പോലല്ല ലോകം. പക്ഷേ നമുക്ക് അടയാളപ്പെടുത്തേണ്ടതുണ്ടാവും. മലയാള ഭാഷ അറിയുന്നവരാണ് എന്ന് പറയുന്നവർ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ തൃശ്ശൂർ ഭാഷ സംസാരിക്കുന്നവരുണ്ടെന്നറിയണം, തിരുവനന്തപുരത്ത് ഭാഷ സംസാരിക്കുന്നവർ, ഇതെല്ലാം മലയാളികളാണ്. അതിനകത്ത് റേഞ്ചുണ്ട്. അപ്പോൾ ഏത് കാറ്റഗറിക്കകത്തും ഒരു റേഞ്ച് ഉണ്ടെന്ന് പഠിപ്പിക്കാനേ പറ്റുള്ളൂ. അത് സ്വയം തീരുമാനിച്ചാൽ മതി. ഇപ്പം ഞാൻ മലയാളിയായിരിക്കണോ, തിരുവനന്തപുരത്തുകാരനായിരിക്കണോ, ആറ്റിങ്ങലുകാരനായിരിക്കണോ, ഇന്ത്യക്കാരനായിരിക്കണോ, ഏഷ്യക്കാരനായിരിക്കണോ, മനുഷ്യനായിരിക്കണോ, ജീവിയായിരിക്കണോ, ഇതെല്ലാം ചോയ്സാണ്. അപ്പുറത്തിരിക്കുന്നവരും കൂടെ ചേർന്നാണ് നമ്മുടെ ഐഡൻറ്റിറ്റി ഉണ്ടാക്കുന്നത്. അത് അറിയണം. അപ്പം നമ്മൾ ഒറ്റയ്ക്ക് നമ്മുടെ ഐഡൻറ്റിറ്റി തീരുമാനിക്കാനൊക്കത്തില്ല. അങ്ങനെ അറിയേണ്ടത്. അപ്പം ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ മതി, നമ്മൾ നിർബന്ധിക്കുകയൊന്നും വേണ്ട. പക്ഷേ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മുഴുവൻ നേരത്തെയുള്ള ആണ് പെണ്ണ് എന്ന് പറയുന്ന ഘടനയാണ് ഉള്ളത്. ഇതുവരെ നമ്മുടെ ക്ലാസ് റൂമിനകത്ത് അതർ എന്ന് പറയുന്നത് റേഷൻ കാർഡിൽ ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ക്ലാസ് റൂമിനകത്ത് വന്നിട്ടില്ല. ആ അതർ എന്ന് പറയുന്നത് വരെ നമുക്ക് അതിനകത്ത് റേഞ്ച് അവരവരുടെ ചോയ്സായിട്ട് കൊടുക്കുകയേ പറ്റൂ. അത്രയൊക്കെ.